Westsoul Akaf Ponnona Kalcha 2024. Okay, it's time for the introduction. നമസ്കാരം, ഞാൻ ലിഷ സുധീഷ്. നാട്ടിൽ തൃശ്ശൂരാണ് എൻ്റെ സ്വദേശം. ഋഷഭ്, വ്യോം ഈ രണ്ടുപേരുടെയും അമ്മയാണ്. NTV വാർത്താ അവതാരകയായിട്ടായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നു. ഞാൻ ജീവിതത്തിൽ ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഡ്രൈവിങ്ങും രണ്ട് നൃത്തം ചെയ്യുന്നതുമാണ്. ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ പരിശീലിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ചതുപോലുള്ളവരെന്നെ പാകപ്പെടുത്തിയെടുക്കാൻ സാധിച്ചത്. അതിലൊന്ന് നോ പറയേണ്ടടുത്ത് നോ പറയാൻ തുടങ്ങിയപ്പോഴും, രണ്ട് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ധാരണകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്വയം സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴുമാണ്. നന്ദി. നമസ്കാരം. എവിടെ മൈക്ക് കൊടുത്തോളൂ, നേരെ ഇങ്ങോട്ട് വരാം. കം ഫോർവേഡ്. നമസ്കാരം. വന്നു വന്നു കം 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 കം. പേരെന്താ വരുന്നത്? ലിഷ. 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 ലിഷ എവിടെയാണ്? തൃശ്ശൂർക്കടിയാണ് അല്ലേ? അതെ. ഒരു തൃശ്ശൂർ സ്റ്റൈലിൽ ഒരു ഓണം ആഘോഷിച്ച ഇവരെല്ലാവർക്ക് തൃശ്ശൂർ സ്റ്റൈൽ. എല്ലാ ഗഡികൾക്കും ഓണാശംസകൾ. ഓക്കെ. ആസ് എ മലയാളി വുമൺ, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്? എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്വന്തം കഴിവിലുള്ള വിശ്വാസം തന്നെയാണ് എൻ്റെ സ്ട്രെങ്ത്. ആസ് എ മലയാളി വുമൺ. ആസ് എ മലയാളി വുമൺ ഉറപ്പായിട്ടും നമ്മുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളി പെൺകുട്ടികൾ തികച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ആ മേഖലകളിലും നമ്മൾ മലയാളി സ്ത്രീകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വന്തം കഴിവിൽ വിശ്വാസം ഒന്നുകൊണ്ടാണ് സ്ത്രീകളെല്ലാവരും ഇന്ന് ഇപ്പോൾ UAE-യിലാണെങ്കിലും എല്ലാ മലയാളി സ്ത്രീകൾ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ്. നമ്മളുടെ സാംസ്കാരികത, നമ്മളുടെ ഒരു സംസ്കാരം തന്നെയാണ് നമ്മളുടെ സ്ട്രെങ്ത്. ഓക്കെ, താങ്ക് യു. നന്ദി. താങ്ക് യു സോ മച്ച്. ആൻഡ് ജഡ്ജസ് പ്ലീസ് നോട്ട്, അക്കാഫ് മലയാളി ബംഗ കോൺടെസ്റ്റിലെ അടുത്ത കണ്ടസ്റ്റന്റ് നമ്പർ 409. ഒരു ക്വിക്ക് അനൗൺസ്മെന്റ് ഉണ്ട്. ഒരു വാലറ്റ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഹിസ് നെയിം ഇസ് ഷിജു മന്നിത്തോട്ടത്തിൽ. ആളുടെ വാലറ്റ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. സോ ഒന്ന് റിസപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ കളക്ട് യുവർ വാലറ്റ് ഫ്രം യുവർ റിസപ്ഷൻ കൗണ്ടറിലേക്കാണ് ഒന്ന് എത്തിച്ചേരേണ്ടത് കേട്ടോ. വൺ മിസ്റ്റർ ഷിജു മന്നത്തിൽ. ഓക്കെ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ദ സെക്കൻഡ് കോntestant 409. For the introduction. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പൂരപ്പെരുമയോടൊപ്പം കേരളത്തിൻ്റെ സ്വന്തം സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ പേരൂർ എന്ന തൃശ്ശൂരിൻ്റെ മകളായി ജനിക്കാൻ ഭാഗ്യം ലഭിച്ചു. എൻ്റെ പേര് ലിൻഷ പ്രനിൽ.
പ്രിയ ഭർത്താവിനോടും 2 മക്കളോടുമൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുന്നതോടൊപ്പം തന്നെ ബർക്കൻസ്റ്റോക്ക് എന്ന ബ്രാൻഡിൻ്റെ റീറ്റെയിൽ മെർച്ചൻഡൈസറായി ജോലി ചെയ്തു വരുന്നു. സംഗീതം, നൃത്തം, നാടകാഭിനയം, ചിത്രകല എന്നിവയിലെല്ലാം താല്പര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം, പ്രചോദനമെല്ലാം നമ്മൾ തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ഓരോ സ്വപ്നങ്ങൾക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അതോടൊപ്പം തന്നെ എല്ലാ മലയാളി മംഗമാർക്കും എൻ്റെ വിജയാശംസകൾ. നന്ദി. നമസ്കാരം ലിൻഷ, ഓണാശംസകൾ. ലിൻഷയ്ക്ക് ഒരുപാട് ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. സംഗീതം, നൃത്തം എല്ലാം തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം ജോലി ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മൾ പറയുന്നത് സ്ത്രീകൾക്ക് എപ്പോഴും ഒരുപാട് ത്യാഗം ചെയ്യേണ്ടി വരുന്നുണ്ട് എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ജോലി, അതുപോലെ ഈ പറയുന്ന സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. എന്താണ് ലിൻഷയുടെ ഒരു കാഴ്ചപ്പാട് ഇതിനെക്കുറിച്ച്? ചോദ്യത്തിന് നന്ദി. എൻ്റെ കാഴ്ചപ്പാടിൽ ആ പറയുന്ന കാര്യം അത് ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ സത്യത്തിൽ തന്നെയാണ്. ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ, അമ്മയാകുമ്പോൾ, ഭാര്യയാകുമ്പോൾ പല കാര്യങ്ങളും അവൾക്ക് ത്യജിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ അതേസമയം നമ്മൾ മുന്നോട്ട് പോകും തോറും ആ കടമകളെല്ലാം നിറവേറ്റിക്കൊണ്ട് തന്നെ പോകണം. എങ്കിലും നമ്മുടേതായ സ്വപ്നങ്ങൾക്കും നമ്മൾ സമയം കൊടുക്കേണ്ടതാണ്. അത് ഞാൻ അതിൽ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് തന്നെ ജീവിതത്തിൽ ഞാൻ ഫലപ്രാപ്തി ആക്കിയിട്ടുള്ള ഒരാളും കൂടിയാണ്. അതായത് ഞാൻ എന്ന് പറയുന്നത് ജോലിക്കാരിയായി ഇട്ടുള്ള ഒരു കുടുംബിനിയാണ്. 2 മക്കളുണ്ട് എനിക്ക്. ഞാൻ കാലത്ത് 6:30ക്കാണ് ജബലലിയിൽ ജോലി ചെയ്യുന്നത്. ഞാൻ ഷാർജയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ദിവസവും 4 മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. എന്നെ സംബന്ധിച്ച് എന്നിട്ട് പോലും ഞാൻ എല്ലാ അസോസിയേഷനും, ഒരുവിധ എല്ലാ അസോസിയേഷനിലും ഡാൻസിനും പാട്ടിനും നാടകത്തിനും എല്ലാം പോകുന്ന ഒരാളും കൂടിയാണ്. നാടകം വരുന്ന സമയങ്ങളിലൊക്കെ 2 മാസങ്ങളിലൊക്കെ പുലർച്ചെ 2 മണി വരെയൊക്കെ പ്രാക്ടീസിനൊക്കെ പോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു തടസ്സമല്ല. നിങ്ങൾക്ക് താല്പര്യമാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നേടാനുള്ളൊരു വഴിയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. ഈ തീരുമാനം തന്നെയാണ് ഞാൻ അടുത്ത തലമുറയ്ക്കും ഓരോരുത്തർക്കും പകർന്നു കൊടുക്കാൻ താല്പര്യപ്പെടുന്നതും. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നന്ദി. ഒരു ചോദ്യം കൂടി. ഏതെങ്കിലും കാരണവശാൽ, അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കട്ടെ, എങ്കിലും ഒരു സിറ്റുവേഷൻ ചോദിക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ അത്തരത്തിലൊരു സാഹചര്യം വരുന്നു, ഏതായിരിക്കും ലിൻഷ ചൂസ് ചെയ്യുക? കുടുംബത്തോടൊപ്പം ജോലിയും ഇഷ്ടങ്ങളും ഒക്കെ വിട്ട് നിൽക്കുക എന്നുള്ളതാണോ, അതോ തിരിച്ചായിരിക്കുമോ? ഈ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ 2 സമയം, ഒരു അമ്മയായ സമയത്ത് 2 മക്കളുണ്ടെന്ന് പറഞ്ഞു. 2 വർഷം ഞാൻ വീട്ടിലിരുന്ന ഒരാളാണ്. 2 മക്കൾക്കും അവരുടെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി ചെയ്തതിന് ശേഷം എൻ്റെ സമയം എത്തിയപ്പോൾ, അതായത് 2 വർഷം അവർക്ക് സമയം കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ചിറക് വിരിച്ച് പറന്നൊരാളും കൂടിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് തന്നെയാണ് മെസ്സേജ് ഞാൻ പാസ് ചെയ്യാനും ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഓണാശംസകൾ ഒരിക്കൽ കൂടി. നന്ദി. താങ്ക് യു. Thank you so much, Linsha. It's time to welcome the third contestant onto the stage, chest number 407. നമസ്കാരം. ജീവിതമെന്നാൽ സ്വയം കണ്ടെത്തുകയല്ല, ജീവിതം സ്വയം സൃഷ്ടിക്കലാണ്. ഇന്നീ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിന് ജഗദീശ്വരന് നന്ദി. സ്വപ്നങ്ങൾക്ക് അതിരുകളും മതിലുകളും ഇല്ലെന്ന് പഠിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും നന്ദി. സ്വന്തം പരിശ്രമം കൊണ്ട് ഏത് തടസ്സങ്ങളെയും മറികടക്കാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ.
ഞാൻ ആത്മിക, ദുബായിൽ ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ക്യാബിൻ ക്രൂ ആകണമെന്ന എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യത്തിലേക്ക് ഞാൻ വളരെ അടുത്തെത്തി നിൽക്കുകയാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഒത്തിരി സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെ പറ്റി ഒത്തിരി ചിന്തിക്കുക. ഇങ്ങനെ ചിന്തിച്ച് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് ആ സ്വപ്നങ്ങളെ സ്വന്തമാക്കുക. ഈ വാക്കുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഹാപ്പി ഓണം ആത്മീയ. ഓണാശംസകൾ. ഓക്കെ, ഇന്ന് ഇവിടെ 26 അമ്മമാർ വരുന്നുണ്ട്. ഓക്കെ, എല്ലാവരും അമ്മമാരെയാണ് അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അച്ഛന്മാരെ ആരെയും വിളിക്കുന്നില്ല. ആർക്കും വേണ്ടാത്ത പോലെ ഒരു ഇതാണോ ഫീൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇഫ് യു കോൾ യുവർ ഡാഡ്, അച്ഛനോട് പറയാനുള്ളൊരു മെസ്സേജ് എന്താണ് ഇപ്പോൾ? ഓണാശംസകളെ സംബന്ധിച്ചിട്ടുള്ള മെസ്സേജ് ആണോ? എനി മെസ്സേജ്, ജസ്റ്റ് നോർമൽ വേ. ചോദ്യത്തിന് നന്ദി. എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അമ്മയെയും അച്ഛനെയും നമുക്ക് വേർതിരിച്ച് കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, എല്ലാവരും പറയും അമ്മയെ നമ്മൾ കൺകണ്ട ദൈവമായിട്ട് കാണണമെന്ന്. പക്ഷേ അച്ഛനെ നമ്മൾ ആ സ്ഥാനത്ത് മറന്നു പോകുന്നുണ്ട്. പല സ്ഥാനങ്ങളിലും അമ്മയെ നമ്മൾ ആദരിക്കാനും അല്ലെങ്കിൽ കൂടുതൽ അമ്മയ്ക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്നൊരു പറച്ചിൽ ഉണ്ട്. പക്ഷെ അതങ്ങനെയല്ല. അച്ഛൻ്റെ എഫേർട്ട് കൊണ്ടാണ്. ഇപ്പോൾ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അമ്മയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അമ്മ വർക്കിംഗ് അല്ല, ജോലി ഹൗസ് വൈഫാണ്. പക്ഷേ അച്ഛൻ്റെ സപ്പോർട്ട്, അച്ഛൻ ഇവിടെ, എൻ്റെ അച്ഛൻ ദുബായിൽ തന്നെയാണ്, അച്ഛൻ വർക്ക് ചെയ്യുന്നുണ്ട്. അച്ഛനെ എനിക്ക് അവധിക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കൊല്ലം 2 കൊല്ലം കൂടുമ്പോൾ നാട്ടിലേക്ക് കുറേ മിഠായികളും ഡ്രസ്സുകളും ഒക്കെ ആയിട്ട് വരുന്നൊരു, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അതായിരുന്നു എനിക്ക് അച്ഛൻ ആ ഒരു സമയത്ത് ഒരു മാസം അവധിക്ക് വരുമ്പോഴായിരുന്നു ഞാൻ കാണുന്നുണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ അച്ഛൻ്റെ നിർദ്ദേശം അനുസരിച്ച് അമ്മമാർ നമുക്ക് ചെയ്തു തന്നിരുന്ന കാര്യങ്ങൾ അത് പകരം വയ്ക്കാൻ പറ്റാത്തത് തന്നെയാണ്. ഈ ഓണത്തിൻ്റെ സമയത്ത് തന്നെ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും ഒരുപോലെ എൻ്റെ അടുത്ത് വേണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അച്ഛനിവിടെ അടുത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ, എൻ്റെ കുട്ടിക്കാലം പോലെ എനിക്ക് മിസ് ചെയ്യുന്ന ഒരു ഇത് വരുന്നില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പാടുകളും എല്ലാം നേരിട്ട് കണ്ടറിഞ്ഞതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും ഒരുപോലെ ഒരേ സ്ഥാനത്ത് തന്നെ ആദരിക്കണം, അല്ലെങ്കിൽ അവർക്കുള്ള ആ ഒരു സ്പേസ് കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Thank you so much. Right. Next contestant number 401. Judges, please note 401. നമസ്കാരം, ഞാൻ അനുപമ ജാസ്മിൻ. കൊച്ചിയാണ് സ്വദേശം, എങ്കിലും പാലക്കാടിൻ്റെ മരുമകൾ എന്നറിയപ്പെടുന്നതിൽ ഒരു പ്രത്യേക സുഖമുണ്ട്. ദുബായിൽ ഒരു സെമി ഗവൺമെൻറ് സ്ഥാപനത്തിൽ ടെക്നിക്കൽ ഡിസൈൻ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. വീട്, ജോലി എന്നതിനപ്പുറം
ഒരുപാട് സ്വപ്നങ്ങളും കുറച്ച് ഇഷ്ടങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അതിന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിപൊളി ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എൻ്റെ ഒരു 15 വയസ്സ് മുതൽ ഒട്ടുമിക്ക മലയാള ടെലിവിഷൻ ചാനലിലും ഞാൻ അവതാരകയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കാനും അവർ സംസാരിക്കുന്നത് കേൾക്കാനും ഒരുപാട് ഇഷ്ടമാണ്. അതിനാൽ തന്നെ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഒരു ചെറിയ ഭാഗം കൂടിയാണ്. എല്ലാവർക്കും ഓണാശംസകൾ. നന്ദി. നമസ്കാരം അനുപമ. നമസ്കാരം മാം. ഓണാശംസകൾ. ഓണാശംസകൾ. യൂട്യൂബ് ടെലിവിഷൻ അവതാരകയായിരുന്നു, ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ തിളങ്ങി നിൽക്കുന്നു. ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തിൽ ടെലിവിഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അനുപമ ടെലിവിഷൻ അവതാരകയായിരുന്ന ഒരു കാലത്ത് നിന്നും ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും അവതരണ രീതിയിൽ തന്നെ, വാർത്താ അവതരണമാണെങ്കിലും മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ആണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് ഇന്നത്തെ ഒരു രീതിയോട് ചേരുന്നുണ്ടോ, അതോ മുന്നേ ഉണ്ടായിരുന്ന ഒരു രീതിയാണോ നല്ലത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ചോദ്യത്തിന് ആദ്യം വളരെയധികം നന്ദി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാടോടുമ്പം നടുവേ ഓടണം എന്നാണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വേണ്ടതായ മാറ്റങ്ങളാണ് ഇന്ന് നമ്മളുടെ ചുറ്റും നടക്കുന്നത്. കാരണം ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നോക്കണമെങ്കിൽ നമ്മൾ കേൾക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും എല്ലാം എഴുതാനറിയാം. പക്ഷേ ഇപ്പോഴും നമ്മൾ ചിലപ്പം ടൈപ്പ് ചെയ്യുമ്പം ChatGPT യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒരു രീതിയിൽ നമ്മളെ നന്നായി സഹായിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണ് വേണ്ടതെന്നറിഞ്ഞ് ഏറ്റവും നല്ലത് ഈ കാലത്തിന് അനുയോജ്യമായത് സ്വീകരിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പം ടെലിവിഷൻ ഇൻഡസ്ട്രി അല്ല, മൂവി ഇൻഡസ്ട്രി, ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും, ഈവൻ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും കഴിഞ്ഞ 10 വർഷം ഫോളോ ചെയ്തതല്ല നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. സോ നമുക്ക് എന്താണോ ഈ കാലഘട്ടത്തിന് വേണ്ടത് അത് നമ്മൾ സ്വീകരിക്കണം. മാറ്റം എപ്പോഴും നല്ലതിനാണ്, അത് നല്ല രീതിയിൽ സ്വീകരിച്ചാൽ. തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റമാണ് സോഷ്യൽ മീഡിയ. ടെലിവിഷനിൽ മാത്രം നമ്മൾ പ്രസൻറ്റ് ചെയ്താൽ പോരാ, സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് ആയിരിക്കണം. ഈ ഒരു ട്രെൻഡിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയിടത്തോളം സോഷ്യൽ മീഡിയയുടെ റീച്ച് വളരെയധികമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിവിഷന് ഒരു ടൈമിംഗ് ഉണ്ട്. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ഏത് സമയം, എൻ്റെ സമയം ചിലപ്പോൾ രാത്രി 10 മണിക്ക് ശേഷമായിരിക്കാം. വീട്ടമ്മയായിട്ടിരിക്കുന്ന ഒരാൾക്ക് 8 to 4 ആയിരിക്കാം, കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നിടം വരെ. അപ്പോൾ സോഷ്യൽ മീഡിയയും ടെലിവിഷൻ ഇൻഡസ്ട്രിയും എല്ലാം ഇപ്പോൾ ഈക്വലി ബാലൻസ് ആയി പോവാണ്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പോലെ തന്നെ ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വേണം. കാരണം ഞാൻ പരിപാടി അവതരിപ്പിച്ച സമയത്ത് യൂട്യൂബ് ഇല്ല. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ വീഡിയോസ് കാണിച്ചു കൊടുക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിനനുസരിച്ചും മാറ്റം അനിവാര്യമാണ്, അത് വേണം താനും. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. താങ്ക് യു. Thank you so much. Thank you so much. All the very best. And the next contestant number is? Yes, it's time for the next contestant on the stage. Chess number 402. पद्मकरां प्रसन्नवदनां भाग्यदाम्. ജാതി മത ഭേദമന്യേ അക്കാഫിൻ്റെ ഈ പൊന്നോണ വിരുന്ന് ആസ്വദിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന ഏവർക്കും സ്നേഹപൂർവ്വം വന്ദനം. എൻ്റെ പേര് വന്ദന. കേരളത്തിൽ ഓണത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കൊച്ചു നഗരമുണ്ട്,
അത്തച്ചമയങ്ങളുടെ നാടായ രാജനഗരിയായ തൃപ്പൂണിത്തുറ. എൻ്റെ ജന്മനാട് തൃപ്പൂണിത്തുറയാണ്. ഭർത്താവിനും മക്കൾക്കും ഒപ്പമാണ് UAE എന്ന ഈ മഹാനഗരത്തിൽ ചേക്കേറിയത്. 11 വർഷത്തെ കോർപ്പറേറ്റ് ജീവിതത്തിന് ചെറിയൊരു ഇടവേള നൽകിക്കൊണ്ട് മനസ്സിലെന്നും ചേർത്ത് പിടിച്ച സംഗീതവും നൃത്തവും അവതരണവും എല്ലാം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ചെറിയൊരു ശ്രമത്തിലാണ് ഞാനിപ്പോൾ. നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുക എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. വന്ദന, ഹാപ്പി ഓണം. ഹാപ്പി ഓണം സാർ. ഓക്കെ, ഒരു ആർപ്പോ ഒന്ന് വിളിക്കാമോ? ആർപ്പോ വിളിക്കാനാണോ ഉദ്ദേശിച്ചത്? എല്ലാവരും cheer ചെയ്യാൻ വേണ്ടിയിട്ട്. ആർപ്പോ ഏറോ. മലയാളി മങ്ക എന്ന ടൈറ്റിൽ അത് ചെയ്യാൻ എന്തായിരിക്കും ഒരു ക്വാളിറ്റി അത് ചെയ്യാൻ? ചോദ്യത്തിന് നന്ദി സർ. മങ്ക എന്ന വാക്ക് മലയാളത്തിൽ മാംഗല്യം എന്ന വാക്കിൽ നിന്ന് ഉത്ഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. മാംഗല്യം എന്ന വാക്കിന് വളരെയേറെ വിശേഷപ്പെട്ടത്, അല്ലെങ്കിൽ ഓസ്പീഷ്യസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, ആ ഒരു അർത്ഥം വരുന്ന വാക്കാണ് മാംഗല്യം എന്ന വാക്കിൽ നിന്ന് ഉറവെടുത്ത മങ്ക എന്ന വാക്കിനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളി മങ്ക എന്ന് പറയുന്ന വ്യക്തി വളരെ വിശേഷപ്പെട്ട വസ്ത്രധാരണ രീതിയോടെ കൂടിയുള്ളവളും തന്മയത്വത്തോടെ മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്നവളും ആകർഷണീയമായ വ്യക്തിത്വത്തോടു കൂടിയുള്ളവളും ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ളത്. ബഹുമാനപ്പെട്ട ജഡ്ജിൻ്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു. നന്ദി, നമസ്കാരം. താങ്ക് യു. കുറച്ചുകൂടിയൊക്കെ കൈയടി ആവാട്ടോ, കാരണം ഇതിപ്പോ ആ കോളേജുകാർ മാത്രമേ കൈയടിക്കുന്നുള്ളൂ. അതുപോരാ, നമ്മൾ അക്കാഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരൊറ്റ കുടുംബമാണ്. നമ്മൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. So thank you so much. And next contestant. Yes, next we'll have contestant number 406 on the stage. സ്വപ്നത്തിലേക്കുള്ള യാത്ര. ആ യാത്രയിൽ സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും ഏറ്റവും അധികം ചോദ്യം ചെയ്യുന്ന നിമിഷങ്ങൾ. പക്ഷേ ദിദിയ എന്ന എൻ്റെ പേരുകൊണ്ട് എല്ലാം നേടിയെടുക്കാനുള്ള ദൃഢനിശ്ചയം ഞാൻ കൈവരുത്തി. ഷാർജയിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്ന എൻ്റെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങൾക്കും കൈത്താങ്ങായി മാറിയ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഞാൻ കണ്ടെത്തിയ എൻ്റെ ജീവിത പങ്കാളി വിവേകുമുണ്ടായിരുന്നു. 6 മാസം പ്രായമുള്ള ഞങ്ങളുടെ മകൾക്ക് ധ്വനി എന്ന പേര് നൽകി. കാരണം സമൂഹത്തിലെ നാളെയുടെ ശബ്ദമായി അവൾ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം ദ്വിതീയ. നമസ്കാരം. നല്ല പേര്, മകളുടെ പേരും നല്ല പേര്, ധ്വനി. ഇന്നും പൊതുവെ പെൺകുട്ടികൾ വിവാഹിതരാകാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊരു സംസാരമുണ്ട്. ഇതൊരു സംസാരമല്ല, ശരിക്കും പറഞ്ഞാൽ പൊതുവേ ഒരു ഫാക്ട് ചെക്ക് നടത്തിക്കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ജോലി ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രമായി ജീവിക്കുവാനാണ് ഇന്ന് കൂടുതൽ താല്പര്യം.
ദ്വിതീയ സ്വന്തമായി ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് കല്യാണം കഴിച്ചത്, വിവേകിനെ. അതെ. ഇനി ഒരു മകളാണുള്ളത്. ഈ ഇന്നത്തെ പെൺകുട്ടികളുടെ ഈ ഒരു കാഴ്ചപ്പാടിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ചോദ്യത്തിന് നന്ദി, മാമിന് താങ്ക് യു. എല്ലാവർക്കും ഓണാശംസകൾ. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ ഒരു ചോദ്യം ഞാൻ നല്ലതായി പറയും. കാരണം എനിക്കും അങ്ങനെ ഒരു ഒപ്പീനിയനൊക്കെ ഉണ്ട്. നമ്മളാണല്ലോ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ജീവിതം. ഇപ്പം എൻ്റെ മകളായാലും എൻ്റെ മകൾക്ക് ഭാവിയിൽ കല്യാണം വേണ്ട, അവൾ ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഓക്കെ പറയും. പക്ഷേ അതിന് വേണ്ട അവളുടെ എഡ്യൂക്കേഷൻ, അവൾക്ക് വളരാനുള്ള എല്ലാ സ്റ്റെപ്പുകളും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തിരിക്കും. അതാണല്ലോ നമുക്ക് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഓരോരുത്തർക്കും മാരേജ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷനാണ്. അതിൽ നമുക്ക് കമ്പൽസറി പറയാൻ ഒരിക്കലും പറ്റില്ല. ഇപ്പം എൻ്റെ മകൾ നാളെ പറഞ്ഞു, അമ്മ എനിക്ക് കല്യാണം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ഞാൻ ജീവിച്ചോളാം. ഞാൻ പറയും ഓക്കെ മോളെ, പക്ഷേ നിനക്ക് ജോലി ചെയ്യാനുള്ള കരുത്ത് നീ കാണണം. അത് എഡ്യൂക്കേഷൻ വേണം. അത് ഞാൻ പ്രോപ്പറായി കൊടുക്കും. എന്നിട്ട് അവൾ ജോലി ചെയ്യട്ടെ, അവൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കട്ടെ. അത് അവളുടെ തീരുമാനമാണ്. അവളുടെ മാത്രമല്ല, ഈ സമൂഹത്തിലെ നമ്മുടെ ഈ ലോകത്തിൽ തന്നെ എല്ലാ പെൺകുട്ടികൾക്കും തീരുമാനമെടുക്കാനുള്ള ഞാൻ വിചാരിക്കുന്നു തീരുമാനമെടുക്കാനുള്ള ഒരു കരുത്തുണ്ട്. അവർ തീരുമാനിക്കട്ടെ, അവർ ജീവിക്കട്ടെ. താങ്ക് യു. തീർച്ചയായിട്ടും ഇന്നത്തെ പെൺകുട്ടികൾക്ക് ആ ഒരു കരുത്തുണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ എങ്കിലും എപ്പോഴും നമ്മൾ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്ത്രീക്ക് അത്തരത്തിലൊരു സ്വാതന്ത്ര്യം ആവശ്യമുണ്ടോ? അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യമില്ല ആദ്യമായി. കാരണം ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും, സ്ത്രീയോ പുരുഷനോ ആരുമാകട്ടെ, അവർക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ മകൾക്ക് ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, അവൾ തന്നെ ജീവിക്കട്ടെ, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അവളുടെ ഒരു പ്രായം വരെ, നമ്മുടെ ഈ സമൂഹത്തിലെ എല്ലാ മക്കളുടെയും ഒരു പ്രായം വരെ നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ നോക്കും. അത് സ്വാതന്ത്ര്യമല്ല, അത് അവരുടെ നമ്മളെ മക്കളെ വളർത്തിയെടുക്കുന്ന കാര്യമാണ്. അതവർ നോക്കും. അതിനുശേഷം അവർ സ്വാതന്ത്ര്യം നമുക്ക് കൊടുക്കണ്ട, അതവർക്ക് ഉള്ളതാണ്. അതവർ ഉപയോഗിക്കട്ടെ, നല്ലപോലെ ഉപയോഗിക്കട്ടെ, നല്ലപോലെ ജീവിക്കട്ടെ, നല്ലപോലെ വളരട്ടെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ കൊടുക്കുന്ന ഓരോ കയ്യടികളുമാണ് ഇവർക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ ഇത്രയും അധികം സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ കയ്യടിക്കും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. സോ ജസ്റ്റ് ഹെൽപ്പ് ദെം ടു ബി സോ കോൺഫിഡൻസ് ഓൺ ദ സ്റ്റേജ്. ഇനിയിപ്പോൾ അടുത്ത കോൺടെസ്റ്റിനെ വിളിക്കേണ്ട സമയമാണ്. ചെസ് നമ്പർ 408. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആര്യ, പത്തനംതിട്ട ജില്ലയിലെ മലയോര നാടായ റാന്നിയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ 5 വർഷമായി ആരോഗ്യ മേഖലയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ഒരാളാണ് ഞാൻ. അഭിനയം, നൃത്തം, പാചകം എന്നീ മേഖലകൾ എനിക്കിഷ്ടമാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള ഞാനല്ല ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ. അന്ന് ഞാൻ
മറ്റുള്ളവരെ പരിഗണിക്കുകയും അവരുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു. അതിനുദാഹരണമായാണ് നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഞാൻ നിൽക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, എന്നോടൊപ്പം മത്സരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി. ആര്യ, കം ഫോർവേഡ്. നമസ്കാരം. നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി അല്ലേ? തീർച്ചയായും. ഓക്കെ. ആര്യ, എന്തോ ഹൂസ് യുവർ റോൾ മോഡൽ ആൻഡ് വൈ? ചോദ്യത്തിന് വളരെയധികം നന്ദി. തീർച്ചയായും ഞാനതിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ റോൾ മോഡൽ എൻ്റെ അമ്മ തന്നെയാണ്. ഇന്ന് ഈ ഒരു വേഷത്തിൽ ഞാനിവിടെ നിൽക്കുന്നത് പോലും എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. എൻ്റെ കല്യാണം ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. എനിക്കിങ്ങനെ ഒരു വേഷം അവിടെ അണിയാൻ സാധിച്ചിരുന്നില്ല. ശരിക്കും ഇതിലെ വിജയത്തിനാൽ ഉപരി ഞാൻ ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞു. കാരണം എൻ്റെ അമ്മയുടെ മുന്നിൽ ഇന്ന് ഈ വേഷത്തിൽ ഞാൻ നിന്നു. അന്ന് എൻ്റെ അമ്മ തന്ന എൻ്റെ ഒരു കോൺഫിഡൻസ്, അതിൽ നേടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ അമ്മ, വീടിന് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, അച്ഛന് വേണ്ടി. എൻ്റെ അമ്മ ഒന്ന് പറഞ്ഞിരുന്നു, എന്താണോ ഇഷ്ടം അത് നേടാൻ നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണമെന്ന്. ഞാൻ ഇന്നത് പരിശ്രമിക്കുന്നു. അതുകൊണ്ട് എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ. Thank you. Hats off to your mom also. Thank you. Bye. Thank you so much. എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു സോ മച്ച്. ആൻഡ് അക്കാഫ് അസോസിയേഷൻ പൊന്നോണ കാഴ്ച 2024 മലയാളി മംഗ കോൺടെസ്റ്റിലെ അടുത്ത കണ്ടസ്റ്റന്റ് ചെസ് നമ്പർ 404. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ തിരുവോണാശംസകൾ. ഈ കപടമാം ലോകത്ത് ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്ന് വള്ളത്തോൾ എഴുതിയപ്പോൾ, മനുഷ്യൻ വാസ്തവത്തിൽ നന്മയുള്ള ജീവിയാണ്, മനുഷ്യ സ്വഭാവത്തിൻ്റെ നന്മയെ വിശ്വസിക്കാം എന്ന് തകഴിയും എഴുതി. ഈ കവികളുടെ നാടായ ആലപ്പുഴക്കാരിയായ ഞാൻ രശ്മി വിഷു ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മരുമകൾ കൂടിയാണ്. ഭർത്താവിനും മകനുമൊപ്പം അബുദാബി റുവൈസിൽ താമസിക്കുന്നു. ഒരു ഫാഷൻ ഡിസൈനിങ് ബിരുദധാരിയായ ഞാൻ യാത്രകൾ, മോഡലിംഗ്, ചിത്രരചന ഇതെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്നു. പിന്നെ ചില ഒഴിവു സമയങ്ങളിൽ പാചക വൈവിധ്യങ്ങളും പരീക്ഷിക്കാറുണ്ട്. നന്ദി, നമസ്കാരം. നമസ്കാരം രശ്മി, ഓണാശംസകൾ. ഓണാശംസകൾ മാം. രശ്മിയുടെ ഇന്നത്തെ ലുക്കിൽ ഏറ്റവും എടുത്തു നിൽക്കുന്നത് എന്താണെന്നറിയോ? എന്താണ് മാം? സിന്ദൂരം. പൊതുവേ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് സിന്ദൂരം ഇട്ട് ആരെയും കാണുന്നില്ല. ഇഷ്ടമാണോ അതോ അതിന് എന്ത് പ്രാധാന്യം നൽകുന്നു? നന്ദി ക്വസ്റ്റ്യന് മാം. സിന്ദൂരം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പോലും സിന്ദൂരം ഇടാത്ത ദിവസം ഉണ്ടാവില്ല എനിക്ക്. അത്രമേൽ ഇഷ്ടമാണ് സിന്ദൂരം ധരിക്കുന്നതിൽ എനിക്ക്. ഭർത്താവിൻ്റെ എല്ലാ നല്ല കാര്യത്തിനും എനിക്ക് ഭർത്താവിന് വേണ്ടിയുള്ള എൻ്റെ ഒരു സിന്ദൂരം തൊടുമ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സിന് സംതൃപ്തിയാണ്.
എന്തോ ഞാൻ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിന്ദൂരം ദൈവത്തിന് മുമ്പിൽ തൊടുമ്പോൾ ഭർത്താവിന് നല്ലതിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നു എന്നൊരു മനസ്സിൻ്റെ വിശ്വാസം കൊണ്ടാണ് ഞാൻ ഈ സിന്ദൂരം ധരിക്കുന്നത്. മാം, രശ്മി ഫാഷൻ ഡിസൈനിങ് ആണ് പഠിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം മറ്റ് മേഖലകളിലും താല്പര്യമുണ്ട്. ഇന്ന് ഈ ഫാഷൻ എന്ന് പറയുന്നത് ഒരുപാട് മാറിയിട്ടുണ്ട്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ വളരെയധികം വ്യത്യസ്തമായ രീതികൾ ഇന്ന് ഫാഷനിൽ എത്തിയിട്ടുണ്ട്. എന്താണ് രശ്മിയുടെ കാഴ്ചപ്പാടിലുള്ള ഫാഷൻ? ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഫാഷൻ മാം പറഞ്ഞ പോലെ നല്ല നല്ല മാറ്റമുണ്ട്. എൻ്റെ മനസ്സിലെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഫാഷൻ ഈ പ്ലാസ്റ്റിക് പോലുള്ള ഉൽപ്പന്നങ്ങൾ മൊത്തം ഒഴിവാക്കിക്കൊണ്ട് റീയൂസബിളായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഫാഷൻ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഞാൻ എൻ്റെ പ്രൊജക്റ്റ്, എൻ്റെ ഒരു സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ ഞാനിത് ചെയ്തൊരു പ്രൊജക്റ്റ് ഉണ്ട്. മത്സ്യം, നമ്മുടെ മലയാളികൾക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു സാധനമാണ് മത്സ്യം. മത്സ്യത്തിൻ്റെ ആ ഒരു ചികള സ്കെയിൽസ് അത് ഉപയോഗിച്ച് ഞാനൊരു കോസ്റ്റ്യൂം ഉണ്ടാക്കി. അത് എനിക്ക് ഭയങ്കര അംഗീകാരം കിട്ടിയ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അവാർഡ് വരെ എനിക്ക് കിട്ടി എൻ്റെ കോളേജിൽ നിന്ന്. അപ്പോൾ എൻ്റെ ഇതിലെനിക്ക് ഫാഷൻ എന്ന് മനസ്സിൽ വരുന്നത് നമ്മുടെ പ്രകൃതിക്ക് ഒരു ദോഷവും ചെയ്യാത്ത ഒരു സംഭവങ്ങൾ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇവിടെ കയ്യടിയോടെ ഇത് വേണം കേട്ടോ. ഓക്കെ, നമുക്ക് മലയാളി മങ്ക കോമ്പറ്റീഷനിലെ അടുത്ത കണ്ടസ്റ്റൻസിനെ വിളിക്കാം. Okay, it's time to invite the next contestant. Chess number 405 on the stage. നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. കിഴക്ക് നിൽക്കുന്ന പർവ്വതനിരകളെ പശ്ചിമഘട്ടമെന്നും നമ്മോട് ചേർന്ന് നിൽക്കുന്ന കടലിനെ അറബിക്കടലിനെന്നും വിളിക്കുന്ന വൈവിധ്യമുള്ള കേരളം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓരോ 10 കിലോമീറ്ററിലും ഭാഷ, വസ്ത്രം, സംസ്കാരം, കല ഇവയിലെല്ലാം വ്യത്യസ്തത പുലർത്തും നമ്മൾ. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ജനിച്ചു വളർന്ന ഞാൻ ഒരുപാട് വിഷമങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ ഇടതും വലതും നിന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ 2 മക്കൾ, പെണ്ണ് തളരാനുള്ളതല്ല തളിർക്കാനുള്ളതാണെന്ന് ലോകത്തെ വിളിച്ചറിയിക്കാൻ എൻ്റെ ജീവിതത്തിലൂടെ ഈ ലോകത്തിന് മുഴുവൻ ആ സന്ദേശം നൽകാൻ വേണ്ടി ജീവിക്കുന്ന ഞാൻ അഞ്ജന. Anjana, come forward, please. Happy Onam. Happy Onam. Happy alle? Ade. Okay. Anjana, what is your biggest fear in the society? ചോദ്യത്തിന് നന്ദി. ഇന്നത്തെ സൊസൈറ്റിയിൽ കാണപ്പെടുന്ന സ്ത്രീകളോടുള്ള മറ്റുള്ളവരുടെ ആ ഒരു അപ്രോച്ച്
പല രീതിയിലും നമ്മൾ പല സ്ഥലത്തു നിന്നും കാണുന്നുണ്ട്. സ്ത്രീകളോടും കുട്ടികളോടുമുള്ള വിവേചനവും അവരോടുള്ള അതിക്രമങ്ങളും പല രീതിയിലും നമ്മൾ ന്യൂസ് പേപ്പറുകളിലും വാർത്താ മാധ്യമങ്ങളിലും കൂടെ കാണുന്നതാണ്. അതുതന്നെയാണ് 2 മക്കളുള്ള എനിക്ക്, 2 പെൺമക്കളുള്ള എനിക്ക് അത് തന്നെയാണ് ഏറ്റവും വലിയ ഫിയർ ഇൻ ദിസ് സൊസൈറ്റി. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. ലാസ്റ്റ് കണ്ടസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. വിൽ ഹാവ് ദ ലാസ്റ്റ് കണ്ടസ്റ്റന്റ്, ചെസ് നമ്പർ 410 ഓൺ ദ സ്റ്റേജ്. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ റുബീന. അർത്ഥത്തിൽ സ്നേഹത്താൽ വിശേഷിക്കപ്പെട്ടവൾ. 2 ആൺമക്കളുള്ള ആത്മവിശ്വാസിയായ അധ്യാപിക. ഒരു സ്ത്രീ എന്നതിൽ അഭിമാനിക്കുകയും അവൾ സ്വയം പര്യാപ്തയാകുന്നത് വിദ്യാഭ്യാസത്തിലൂടെ സുഗമമാകുമെന്ന് വിശ്വസിക്കുന്ന റുബീന, സ്നേഹത്താൽ വിശേഷിക്കപ്പെട്ടവൾ. നമസ്കാരം റുബീന. നമസ്കാരം മാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്താണ് ഓണം സ്പെഷ്യൽ? ഇവിടെ തന്നെയാണോ? അതെ മാം, ഇവിടെ തന്നെയാണ്. ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ടോ? വന്നിട്ടുണ്ടോ? അതെ, കുടുംബമായി ഇവിടെ താമസിക്കുന്നു. ഓക്കെ. അധ്യാപികയാണ്? അതെ, അധ്യാപികയാണ്. 2 ആൺമക്കളാണ്? 2 അല്ല, 3 ആൺമക്കളാണ്. ഒരാൾ നാട്ടിലാണ്. ഓ ഓക്കെ, 3 ആൺമക്കളാണ്. 3 ആൺമക്കളാണ്. 3 ആൺമക്കളെ വളർത്തുന്ന അമ്മയോട് ചോദിക്കട്ടെ, അതിലൊരു വ്യത്യാസം കാണുന്നുണ്ടോ? റുബീനയ്ക്ക് സഹോദരങ്ങളുണ്ടോ? ഉണ്ട്. എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും അവസാനത്തെ സന്തതിയാണ് ഞാൻ. പെൺകുട്ടികളാണോ എല്ലാവരും? 2 പേരുമുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. ആൺകുട്ടികളെ മാത്രം വളർത്തുമ്പോൾ എങ്ങനെയുണ്ട്? ചോദ്യത്തിന് വളരെ നന്ദി. ആദ്യമായി ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒന്ന് ദീർഘനിശ്വാസമിടട്ടെ. കാരണം ആൺകുട്ടികളെ വളർത്തുക എന്നാൽ ഒരു യുദ്ധ പോരാട്ടം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ അഭിപ്രായത്തിൽ 3 ആൺമക്കളാണെങ്കിലും സത്യം പറഞ്ഞാൽ കണ്ണ് തുറന്ന് അടക്കുന്ന നേരം കൊണ്ട് 24 മണിക്കൂർ എങ്ങനെ പോകുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരാൾ ഇടത്തൂടെ, ഒരാൾ വലത്തൂടെ, ഒരാൾ മുമ്പിലൂടെ, പിറകിലൂടെ. ഇപ്പോഴാണെങ്കിൽ എല്ലാം കാർട്ടൂൺ ക്യാരക്ടേഴ്സുമാണ് എൻ്റെ ഇഷ്ട കൂട്ടുകാർ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കും 2 ആൺമക്കളാണ്, ഒരേ പ്രായത്തിലുള്ള 2 ആൺമക്കളാണ്. അതാണ് ഞാൻ ചോദിച്ചത്. റുബീന, നമ്മളിപ്പം സാധാരണ ഈ സ്ത്രീകൾക്കെതിരെയുള്ള ഒരുപാട് അക്രമങ്ങളെയൊക്കെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ആൺമക്കളെ നമ്മൾ ബോധവാന്മാരാക്കി വളർത്തണം എന്നാണ് പറയുന്നത്. എന്തുപദേശമാണ് റുബീനയുടെ മക്കൾക്ക് നൽകുക? തീർച്ചയായും വളരെ നല്ല ചോദ്യമാണ് മാം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ഒരു പുതിയ തലമുറ ഉദ്ഭവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മുടെ ആൺമക്കളോട് അവരുടെ പെങ്ങന്മാരെയും കൂട്ടുകാരെയും അതുപോലെ തന്നെ അയൽവാസികളെയും അവരുമായി ഇടപഴകുന്ന എല്ലാവരെയും ഒരു റെസ്പെക്റ്റ്, അവർക്ക് ആ ഒരു റെസ്പെക്റ്റ് കൊടുത്ത് ചെറുതിലെ നമ്മൾ വീട്ടിൽ നിന്നും ആ ഒരു ശീലം രൂപീകരിച്ചാൽ അവർ അത് പുറത്തു പോയാലും
അവർ അതെല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്ന ആ രീതിയിലേക്ക് മാറും. അങ്ങനെ ഓരോ വീട്ടുകാരും ആ വീട്ടിൽ നിന്ന് തന്നെ കുട്ടികളെ ആ രീതിയിലേക്ക് ശിക്ഷണത്തോടുകൂടി കൊണ്ടുപോയാൽ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുമെന്നതിൽ ഒരു സംശയമില്ല. താങ്ക് യു. വളരെ നന്ദി. താങ്ക് യു. ഒന്നുകൂടി കൈയടിച്ചേ. ഒരിക്കൽ കൂടി നമ്മളെന്തായാലും 10 കണ്ടസ്റ്റൻസിനെ ഇവിടെ കണ്ടു കഴിഞ്ഞു. അക്കാഫ് അസോസിയേഷൻ മലയാളി മങ്കയുടെ ഈ ഒരു കോമ്പറ്റീഷനിലെ ഇവരെല്ലാവരും ഒരുമിച്ചൊന്ന് കാണണ്ടേ? നിങ്ങൾ കൈയടിച്ചാൽ ആ കയ്യടിയിൽ ഒരുമിച്ച് ഇവർ കയറി വരുന്നതായിരിക്കും 10 പേരും. നിങ്ങൾ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യണം അവർ വന്ന സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത്. Yes, so let's have all the 10 contestants on the stage. Reaching into my